by Jack London. എല്ലാവർക്കും നമസ്കാരം. ചാപ്റ്റർ 3 ദ ഹങ്കർ ക്രൈ. അടുത്ത ദിവസം രാവിലെ ഏതായാലും ബില്ല് വളരെ സന്തോഷവാനായിരുന്നു. കാരണം അന്ന് നായ്ക്കളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പരസ്പരം എത്താത്ത രീതിയിൽ അവരുടെ നായ്ക്കളെ കെട്ടിയിട്ടതിൻ്റെ ഫലം കണ്ടു. പതിവ് പോലെ ഹെൻറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തു. ബില്ല് നായ്ക്കൾക്ക് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിച്ചു. യാത്ര തുടങ്ങി. അല്പദൂരം മുന്നോട്ട് പോയ സമയത്ത് പെട്ടെന്ന് മഞ്ഞിലുള്ള ഒരു വിള്ളലിൽ അവരുടെ സ്ലെഡ്ജ് കുടുങ്ങി. അത് തലകീഴായി മറിഞ്ഞു. ആ അവസ്ഥയിൽ അത് നേരെയാക്കണമെങ്കിൽ അതിലുള്ള നായ്ക്കളെയൊക്കെ ആദ്യം അഴിച്ചു മാറ്റണം. അങ്ങനെ അവർ ആ നായ്ക്കളെയൊക്കെ അഴിച്ചു മാറ്റി ബില്ലും ഹെൻറിയും കൂടി അത് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വണ്ണിയർ എന്ന അവരുടെ ആ നായ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ബില്ല് വിളിച്ചു, ഇവിടെ വാടാ. രക്ഷയില്ല, ഓടുകയാണ്. അവർ നോക്കി, ഏകദേശം 200 മീറ്റർ അപ്പുറത്ത് ആ പെൺചെന്നായ അവനെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വാലാട്ടുന്നുണ്ട്, ചെവി മടക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ശൈലിയിലൂടെ അത് വണ്ണിയറിനെ ഒന്ന് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 20 മീറ്റർ വരെ അതിനോടടുത്ത് വണ്ണിയർ പെട്ടെന്ന് ഓടി ചെന്നു. പിന്നെ അവിടെ നിന്നു. അതിനെന്തൊക്കെയോ ചില സംശയങ്ങൾ. അതൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും ബില്ലും ഹെൻറി അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും പെണ്ണിൻ്റെ അട്രാക്ഷനാണല്ലോ കൂടുതൽ. വീണ്ടും അത് മുന്നോട്ട് നീങ്ങി. അങ്ങനെ അവർ വളരെ അടുത്തെത്തി. അപ്പോൾ ആ പെണ്ണൊരു ലേശം പുറകോട്ട് മാറി. വീണ്ടും മുന്നോട്ട് കയറി. അങ്ങനെ അത് അടുത്തുള്ളൊരു കുറ്റിക്കാടിൻ്റെ അടുത്ത് വരെ എത്തി. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആ കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന ചെന്നായ്ക്കൾ അവനെ വളഞ്ഞു. അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചു. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നോക്കി. ഒരു രക്ഷയില്ല. ആ കുറ്റിക്കാടിൻ്റെ ഒരു ഭാഗത്തേക്ക് അവൻ മറിഞ്ഞു. പിന്നെ അവിടുന്ന് കുറച്ച് നിലവിളികൾ മാത്രമാണ് കേട്ടത്. ഹെൻറി പറഞ്ഞു, അവർ ജീവനോടെ വിഴുങ്ങുകയാണ് അവനെ. ബില്ല് പെട്ടെന്ന് ആ റൈഫിൾ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ സ്ലെഡ്ജ് തലകീഴായി കിടക്കുന്നതുകൊണ്ട് റൈഫിൾ എടുക്കുന്നതൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. സ്ലെഡ്ജ് ഉയർത്തിയതിന് ശേഷം ബില്ല് പറഞ്ഞു, ഇനി നമ്മളെ ഒരു നായയും അവർ പിടികൂടില്ല. ഹെൻറി പറഞ്ഞു, വേണ്ട, നമ്മുടെ അടുത്ത് ആകെ 3 ബുള്ളറ്റേ ഉള്ളൂ, മതി. 3 ചാവുമ്പോഴേക്കും ബാക്കിയെല്ലാം ഓടി രക്ഷപ്പെടും. ശരി, സൂക്ഷിച്ചു പോ. അങ്ങനെ ബില്ല് ആ കുറ്റിക്കാടിന് നേരെ നടന്നു. ഹെൻറി ആ സ്ലെഡ്ജിൽ വെറുതെ ഇരുന്നു. വേറൊന്നും ചെയ്യാനില്ല. അപ്പുറമായിട്ട് ആ 2 ബാക്കിയുള്ള നായ്ക്കളും നിൽക്കുന്നുണ്ട്. കുറ്റിക്കാടിനകത്തേക്ക് ബില്ല് പോകുന്നത് ഹെൻറി നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു വെടിശബ്ദവും ഒരു ചെന്നായയുടെ ദീനരോധനവും കേട്ടു. പിന്നീട് 2 വെടിശബ്ദങ്ങൾ കൂടി കേട്ടു. പക്ഷെ അതിന് മറുപടിയായിട്ട് ദീനരോധനങ്ങളൊന്നും കേട്ടില്ല. അതായത് ആ 2 വെടിയും ഉന്നം തെറ്റി എന്ന് ഹെൻറിക്ക് മനസ്സിലായി. ഏകദേശം 1 മണിക്കൂറോളം ഹെൻറി അവിടെ നോക്കിയിരുന്നു. ബില്ല് തിരിച്ചു വന്നില്ല. ഹെൻറിക്ക് മനസ്സിലായി ബില്ലും ആ ചെന്നായ്ക്കളുടെ വായിലായി കഴിഞ്ഞു. പെട്ടെന്നൊരാവേശത്തിൽ ഹെൻറി ചാടി എണീറ്റു. ആ സ്ലെഡ്ജിലിരുന്ന കോടാലി എടുത്തു. പക്ഷേ ഒരു 2-3 അടി മുന്നോട്ട് നടന്നപ്പം ഹെൻറി ആലോചിച്ചു, ആവേശം കൊണ്ട് ഇവിടെ കാര്യമില്ല. ഒരു കോടാലി കൊണ്ട് ഇത്രയും ചെന്നായ്ക്കളെ നേരിടാൻ പറ്റില്ല. ചിലപ്പോൾ 1-2 കൊല്ലാൻ പറ്റിയേക്കും. അപ്പോഴേക്കും അവർ നമ്മളെ ആക്രമിച്ചിരിക്കും. ഹെൻറി വീണ്ടും വളരെ വിഷമിച്ച് വന്ന സ്ലെഡ്ജിൽ കുറച്ച് നേരം ഇരുന്നു. പിന്നീട് ഹെൻറി എണീറ്റു. നായ്ക്കളെ സ്ലെഡ്ജിൽ കെട്ടി. ഒപ്പം നായ്ക്കളെ ബന്ധിക്കുന്ന ഒരു ലെതർ കയറെടുത്ത് അയാൾ സ്വന്തം ഇടുപ്പിലും കെട്ടി. കാരണം ആകെ 2 നായ്ക്കളെ ബാക്കിയുള്ളൂ. ഇത്രയും ഭാരമുള്ളൊരു സ്ലെഡ്ജ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ ശക്തി വേണം. അങ്ങനെ 2 നായ്ക്കളും ഹെൻറിയും കൂടി ആ സ്ലെഡ്ജ് വലിച്ചുകൊണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയി. നേരം വെളിച്ചം മങ്ങി തുടങ്ങി. ഇരുട്ടിയില്ല, വെളിച്ചം മങ്ങി തുടങ്ങിയപ്പോഴേക്കും ഹെൻറി ഒരു ഭാഗത്ത് സ്ലെഡ്ജ് അടുപ്പിച്ചു. അവിടെ അന്ന് താവളമാക്കാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് അയാൾ ചെയ്തത് കോടാലി എടുത്ത് ഒരുപാട് വിറക് ശേഖരിച്ചു. കാരണം ചെന്നായ്ക്കൾ കൂടുതൽ അപകടകാരികളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വഴിയേ ഉള്ളൂ, തീ ഇല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ല. അതുവരെ ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ഫയറാണ് അന്ന് ഹെൻറി ഉണ്ടാക്കിയത്. അതിനുശേഷം ഭക്ഷണം ഉണ്ടാക്കി 2 നായ്ക്കൾക്കും തീറ്റ കൊടുത്തു. ഹെൻറിയും കഴിച്ചു.
പക്ഷെ അന്ന് ആ തീയൊക്കെ കൂട്ടിയിട്ടും ആ ചെന്നായ്ക്കൾ ആ പരിസരം വിട്ടു പോയില്ല. തീയുടെ ഏകദേശം ഒരു 10 അടി ദൂരെയായിട്ട് ആ ചെന്നായ്ക്കൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏത് നിമിഷവും അവരുടെ ഇരയയക്കാവുന്ന 2 നായ്ക്കളും ഒരു മനുഷ്യനും അവയങ്ങനെ കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോൾ കിട്ടും എന്നുള്ള ഭാവത്തിൽ. തീ ഒന്ന് ചെറുതായിട്ട് അണഞ്ഞു കഴിഞ്ഞാൽ ചാടിപ്പിടിക്കാം എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ഹെൻറി അത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ധാരാളം വിറകുകളുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വിറകുകൾ അതിലിട്ടുകൊണ്ടിരുന്നു. ആ ചെന്നായ്ക്കൾ കൂടുതൽ അടുത്തേക്ക് വരുമ്പോൾ നായ്ക്കൾ ശബ്ദം ഉണ്ടാക്കും പേടിച്ച്. ഹെൻറി ഞെട്ടി ഉണരും, കൂടുതൽ വിറകെടുത്ത് തീയിലേക്കിടും. അപ്പോൾ ചെന്നായ്ക്കളൊന്ന് അകന്ന് നിൽക്കും. ആ രീതിയിൽ ഒരുവിധം നേരം വെളുപ്പിച്ചു. പതിവ് പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നായകൾക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യം, സ്ലെഡ്ജിലിരുന്ന ശവപ്പെട്ടി കയറുകൊണ്ട് ബന്ധിപ്പിച്ച് അടുത്തുള്ള ഒരു ഉണക്ക മരത്തിൻ്റെ കൊമ്പിലേക്ക് നമ്മൾ കപ്പിയും കയറും ഉപയോഗിച്ച് വലിക്കുന്ന പോലെ വലിച്ച് കയറ്റി. എന്നിട്ടത് ഒരു മറ്റേ കൊമ്പിൽ കെട്ടിവെച്ചു. എന്തു വന്നാലും ആ ശവപ്പെട്ടിയിൽ ഉറങ്ങുന്ന അവരുടെ യജമാനനെ ചെന്നായ്ക്കൾ ഭക്ഷണമാക്കരുത് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം ഹെൻറി ആ സമയത്ത് കാണിക്കുകയാണ്. അതോടെ പിന്നെ യാത്ര എളുപ്പമായി. കാരണം പ്രധാനമായിട്ടുള്ള ഭാരം തീർന്നു സ്ലെഡ്ജിൽ. 2 നായ്ക്കളും ഹെൻറിയായിട്ട് യാത്ര തുടങ്ങി. അന്ന് പതിവിലും നേരത്തെ സൂര്യൻ്റെ പ്രകാശം കണ്ടു തുടങ്ങി. അതായത് വിൻ്റർ കഴിയാറായിരിക്കുന്നു. ഏകദേശം ഉച്ച, അതായത് സൂര്യൻ്റെ ആ ഒരു റെഡ്നെസ് കാണുന്ന സമയത്ത് ഇത്തവണ പക്ഷെ റെഡായിട്ടല്ല, ഒരു ഗോൾഡൻ കളറായിട്ട് ചക്രവാളം കാണുകയാണ്, തെക്കൻ ചക്രവാളം. അതായത് കൂടുതൽ സമയത്തേക്ക് അന്ന് വെളിച്ചം നിൽക്കും എന്ന് മനസ്സിലായി. ഏതായാലും ആ ഗോൾഡൻ വെളിച്ചം മറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഹെൻറി ഒരു ഭാഗത്ത് സ്ലെഡ്ജ് നിർത്തി. തലേ ദിവസം ചെയ്തതിനേക്കാൾ കൂടുതൽ വിറക് ശേഖരിച്ചു. പതിവ് രീതിയിൽ ഭക്ഷണം കഴിച്ചു. നായ്ക്കൾക്കും ഭക്ഷണം കൊടുത്തു. പക്ഷെ അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. തലേ ദിവസത്തേക്കാൾ കൂടുതൽ അഗ്രസീവായിട്ട് ചെന്നായ്ക്കൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവ തീയുടെ അടുത്തേക്ക് തൊട്ടടുത്ത് വരെ എത്തുന്നു. ഏത് നിമിഷവും ആ തീയുടെ മുകളിൽ കൂടെ അവ ചാടി വന്നേക്കും എന്നൊരു ഭയം വരെ ഹെൻറിക്കുണ്ടായി. ഒരുപാട് ആ നായ്ക്കൾ അടുത്ത് വരുമ്പോൾ ഹെൻറി തീക്കൊള്ളികളെടുത്ത് അവയ്ക്ക് നേരെ എറിയും. അങ്ങനെ എറിയുന്ന സമയത്ത് ചിലതിൻ്റെയൊക്കെ ദേഹത്ത് കൊള്ളും. ആ സമയത്ത് ഒരു കരച്ചിൽ കേൾക്കാം. പക്ഷെ ആ കരച്ചിലെന്ന് പറഞ്ഞാൽ വെറും വേദനയുടെ മാത്രമല്ല, ഒപ്പം വളരെയധികം ദേഷ്യം കൂടി വരുന്ന രീതിയിലുള്ള ഒരു കരച്ചിൽ. കാരണം തൽക്കാലത്തേക്ക് ഇര അകന്നു പോകുന്നു എന്നുള്ള ഒരു നിരാശയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു കരച്ചിൽ പോലെയാണത് ഹെൻറിക്ക് തോന്നുന്നത്. ആ രാത്രി ഹെൻറി ഉറങ്ങാതെ കഴിച്ചുകൂട്ടി. ചെന്നായ്ക്കളെ തീക്കൊള്ളികൾ കൊണ്ട് ആക്രമിച്ച് നേരം വെളുപ്പിച്ചു. പക്ഷേ ഇത്രയും ദിവസം കണ്ടതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് ഹെൻറി കാണുന്നത്. നേരം വെളുത്തിട്ടും ചെന്നായ്ക്കളകന്നു പോകുന്നില്ല. കാരണം അവ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇര കിട്ടി എന്നുള്ള ഒരു ഉറപ്പിന് നിൽക്കുകയാണ്. ഹെൻറി തീ കൂടുതൽ നീളത്തിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇട്ടിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ഉണക്കമരം വരെ ആ തീയിട്ടുകൊണ്ട് പോയി. ആ മരവും കൂടി വെട്ടി കൂടുതൽ വിറകുകൾ ഉണ്ടാക്കി അയാൾ തീ കൊണ്ടൊരു വളയം സൃഷ്ടിച്ചു. ആ വലയത്തിൻ്റെ അകത്ത് ഹെൻറിയും 2 നായ്ക്കളും ഇരിക്കാൻ തുടങ്ങി. പക്ഷേ ഇനി എന്ത് എന്നൊരു പിടിയില്ല. കാരണം ഇനി ഉണക്കമരങ്ങൾ പരിസരത്തില്ല. തലേ ദിവസം ഒരെണ്ണം വെട്ടി വിറകുണ്ടാക്കി. അത് തീരുന്നതിന് മുമ്പ് അടുത്ത കുറച്ചുകൂടി വലിയ ഒരു ഉണക്കമരവും കൂടി വെട്ടിക്കഴിഞ്ഞു. ഇനി പരിസരത്തൊന്നും ഉണക്കമരമില്ല. ചെന്നായ്ക്കളാണെങ്കിൽ ഉച്ചയായി. ആകാശത്തിൽ ആ ഗോൾഡൻ കളറ് പ്രത്യക്ഷപ്പെട്ടു. അതായത് വെളിച്ചം അത്രയും കൂടി. എന്നിട്ട് പോലും ചെന്നായ്ക്കൾ പിരിഞ്ഞു പോകുന്നില്ല. എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. നേരെ ഇരുട്ടും തോറും ചെന്നായ്ക്കൾ കൂടുതൽ അടുത്തേക്ക് വരാൻ തുടങ്ങി. നായ്ക്കൾ പേടിച്ച് കരയാനും തുടങ്ങി. ഹെൻറിക്കാണെങ്കിൽ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല. നല്ലപോലെ ഉറക്കവും വരുന്നുണ്ട്. പക്ഷേ ഉറങ്ങിയാൽ അന്ത്യമാണ് എന്ന് ഹെൻറിക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് തീക്കൊള്ളികൾ പെറുക്കി ചെന്നായ്ക്കൾ എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവ ഒന്ന് മാറി നിൽക്കും. വീണ്ടും അടുത്തേക്ക് വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം ഹെൻറിയെ ശക്തമായി ബാധിക്കാൻ തുടങ്ങി. ഉറക്കം കളയുന്നതിനായിട്ട് അദ്ദേഹം ചെയ്തൊരു പണി,
കയ്യിൽ തീക്കൊള്ളി എടുത്ത് കെട്ടിവെക്കുക എന്നുള്ളതായിരുന്നു. അതായത് തീക്കൊള്ളി കയ്യിലങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് ഉറങ്ങി കണ്ണടഞ്ഞു വരുമ്പോഴേക്കും ഈ തീ കൈയുടെ കൂടുതലെടുത്ത് വരും. ആ ചൂട് തട്ടുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീക്കും. അങ്ങനെ ഉറങ്ങിയാലും 1-2 മിനിറ്റിൽ കൂടുതൽ ഉറങ്ങാത്തൊരവസ്ഥയിലേക്ക് ഹെൻറി ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി. അങ്ങനെ ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് നായ്ക്കളുടെ ബഹളം കേട്ട് ഞെട്ടി എഴുന്നേറ്റ് ഹെൻറി കാണുന്നത് ആ പെൺചെന്നായ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നു. അതായത് ആ തീയുടെ മുകളിലൂടെ ചാടിക്കിടന്നത് അടുത്തെത്തിയിരിക്കുന്നു. ഹെൻറി ഒന്നും സംശയിച്ചില്ല. കയ്യിൽ കെട്ടിവെച്ചിരുന്ന തീക്കൊള്ളി പെട്ടെന്ന് അതിൻ്റെ വായിലോട്ട് അങ്ങ് കുത്തിക്കയറ്റി. അടുത്ത നിമിഷം അത് വളരെ വേദനയോടെ തിരിഞ്ഞോടി. ഓടിയ സമയത്ത് പക്ഷെ എടുത്ത് ചാടാനൊന്നും പറ്റിയില്ല. തീയിൽ കൂടെയാണ് ഓട്ടിയത്. അങ്ങനെ അതിൻ്റെ വേദന വേറെ ഒരു വിധം അത് അപ്പുറത്തെത്തി. ഹെൻറി വളരെ പെട്ടെന്നൊരു ആവേശം വിളിച്ചു പറഞ്ഞു, എന്നെ തൊടാൻ പറ്റില്ല ആർക്കും. പിന്നെ അവിടെ ഇരുന്ന് ഹെൻറി കുറച്ചു നേരം ചിന്തിക്കാൻ തുടങ്ങി. ഹെൻറി ഒരു അത്ഭുതം കാണുകയാണ്. വേറൊന്നുമല്ല, സ്വന്തം ശരീരം. വളരെ അത്ഭുതകരമായ ഒരു മെക്കാനിസം. ഓരോ മസിലും ചുരുങ്ങുന്നതിനും വികസിക്കുന്നതിനും അനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതകരമായ മെഷീൻ. ദൈവത്തിൻ്റെ സുന്ദരമായ ഒരു സൃഷ്ടി. അദ്ദേഹം കയ്യിലെ വിരലുകൾ മടക്കി നിവർത്തിയൊക്കെ നോക്കി. എന്ത് വളരെ ഫ്രീ മൂവ്മെൻറ്റ്. ലോകത്ത് ഒരു യന്ത്രവും ഇത്രയും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യില്ല. കയ്യും കാലും ഒക്കെ മടക്കി നിവർത്തിയൊക്കെ നോക്കി. അതും അത് തന്നെ. കുനിഞ്ഞു നിവർന്നും നോക്കി. എന്ത് അത്ഭുതകരമായ ഒരു മെഷീൻ. ഇതുകൂടാതെ മറ്റ് ഒരു മെഷീനും ഇല്ലാത്ത ഒരു പ്രത്യേകത, ചിന്ത. ഇത്രയും സുന്ദരമായ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചായിരുന്നു ആ സമയത്ത് ഹെൻറി ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം ഇരുന്നു. നേരം വെളുത്തു. പിന്നെയും നായ്ക്കൾ പോകുന്നില്ല, ചെന്നായ്ക്കൾ പോകുന്നില്ല. തീയാണെങ്കിൽ കുറഞ്ഞു വരുന്നു. അവസാനം ഹെൻറി ഒരു തീരുമാനത്തിലെത്തി. ഇനി ഞാൻ തോൽക്കുകയാണ്. നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹെൻറി അവിടെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി. ഒരു അല്പനേരത്തെ ഉറക്കത്തിന് ശേഷം ഉണർന്നപ്പോൾ ഒരു 3-4 ചെന്നായ്ക്കൾ ചുറ്റും നിൽക്കുന്നുണ്ട്. ഹെൻറിയുടെ 2 നായ്ക്കളെ കാണാനില്ല. ഹെൻറി പെട്ടെന്ന് എടുത്ത തീയിലേക്ക് ചാടി. തീ ഇപ്പോൾ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കനലുകളാണ് കൂടുതലും. അപ്പോൾ ഹെൻറി നല്ല ഈ വിൻ്ററിനെ നേരിടാൻ പാകത്തിനുള്ള ബൂട്ടുകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും കാല് പൊള്ളില്ല. കയ്യിലും അതേപോലെ നല്ല കട്ടിയുള്ള ഗ്ലൗസ് ഉണ്ട്. അവിടെ നിന്ന് അദ്ദേഹം കനലുകൾ വാരിയെടുത്ത് ആ ചെന്നായ്ക്കളെ എറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമഫലമായിട്ട് ചെന്നായ്ക്കളൊക്കെ ഒന്നകന്നു. ഒപ്പം ഈ കല്ലുകൾ മഞ്ഞിൽ കിടക്കുമ്പോൾ മഞ്ഞിൽ അത് പെട്ടെന്ന് നനഞ്ഞു പോവില്ല. ഈ മഞ്ഞുരുകി വെള്ളമായി ഇത്തിരി സമയം കഴിയുമ്പോഴേ നനയുള്ളൂ. ഇതിനിടയിൽ ചിലതൊക്കെ അതിൽ ചെന്ന് ചവിട്ടും, അവയുടെ കാലൊക്കെ പൊള്ളും. അങ്ങനെ കുറച്ച് നേരത്തെ ശ്രമഫലമായിട്ട് വീണ്ടും ചെന്നായ്ക്കളൊക്കെ ഒന്നകന്നു. ഹെൻറി തിരിച്ച് ആ തീ വളയത്തിൻ്റെ, ഇപ്പം തീ വളയം എന്ന് പറയാൻ പറ്റില്ല, കനൽ വളയത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. വീണ്ടും ഉറക്കം ശക്തമായി ബാധിക്കുകയാണ്. ഹെൻറി ഉറങ്ങി. പിന്നീട് നേരത്തെ കേട്ടതിനേക്കാൾ വലിയൊരു ബഹളവും കേട്ടാണ് ഹെൻറിക്ക് ഒരു അരബോധം വരുന്നത്. പൂർണ്ണമായിട്ട് ഉണരുന്നില്ല ആ സമയത്ത്. കാരണം അത്രയും ക്ഷീണം ബാധിച്ചു കഴിഞ്ഞു. എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ആകെ ഒരു ബഹളം. അദ്ദേഹം ഉറപ്പിച്ചു, എല്ലാ ചെന്നായ്ക്കളും കൂടി ചുറ്റും വളഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല. കണ്ണുകൾ ഒന്നുകൂടി അടച്ചു. അങ്ങനെ തന്നെ ഇരുന്നു. പക്ഷെ അടുത്ത നിമിഷം ഒരു മനുഷ്യൻ്റെ കൈ കുലുക്കി വിളിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു. അദ്ദേഹം കണ്ണു തുറന്നു. ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഫോർട്ട് മെഗോറിയിലുള്ള 6 സഹപ്രവർത്തകരും 4 സ്ലെഡ്ജുകളും ആ 4 സ്ലെഡ്ജുകളിലായിട്ട് 24 നായ്ക്കളും അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഏകദേശം ഒരു കുപ്പി മദ്യം ഒറ്റയ്ക്കടിച്ച ഒരാളുടെ അവസ്ഥയിലാണ്. ഒരു അരബോധം. ആ ഒരവസ്ഥയിൽ ഇങ്ങനെ ഇഴഞ്ഞാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് പറയാണ്, ചുവന്ന നിറമുള്ള ചെന്നായ, അതായത് നമ്മൾ നേരത്തെ കണ്ട പെൺചെന്നായ, അത് സാധാരണ ഒരു നേരത്തെ സംശയം പറഞ്ഞിരുന്നു, സാധാരണ ഒരു ചെന്നായ അല്ല എന്ന്.
അതിൻ്റെ കളറിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ ചെന്നായ്ക്കളെന്ന് പറഞ്ഞാൽ ഗ്രേ കളറാണ്. ഇത് ഗ്രേയോടൊപ്പം ഒരു റെഡ് ഹ്യൂ, പൂർണ്ണമായും അങ്ങനെ ഒരു റെഡ് കളറല്ല, ആ ഗ്രേയുടെ ഇടയിൽ കൂടെ ചെറിയൊരു ചുവന്ന നിറം കാണാം ചില ആംഗിളുകളിൽ നോക്കുമ്പോൾ. അതാണ് അതിൻ്റെ കളറിലുള്ള പ്രധാന വ്യത്യാസം. ചുവന്ന നിറമുള്ള ചെന്നായ വന്നു, ബില്ലിനെ തിന്നു, നമ്മുടെ നായ്ക്കളെയൊക്കെ തിന്നു, എന്നെ തിന്നുമായിരുന്നു. ആ മനുഷ്യരെല്ലാം അങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അവർ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു, അതൊക്കെ ഒന്ന് കഴിച്ചു. അത് നല്ല ചൂട് കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഹെൻറി ഒന്ന് ഉഷാറായി. അപ്പോൾ അവർ ചോദിച്ചു, ലോർഡ് ആൽഫ്രഡ്, അതായത് അവരുടെ യജമാനൻ, ഞങ്ങളുടെ കഴിഞ്ഞ താവളത്തിൽ ഒരു മരത്തിൻ്റെ മേലെയുണ്ട്. അവർ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്നുവെച്ചാൽ മരിച്ചു, പെട്ടിക്കകത്താക്കി ഞാൻ അവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്.